നമസ്കാരം. ഒടുവിൽ അവർ കുറ്റസമ്മതം നടത്തി. ആദ്യം മനോരമ പറഞ്ഞത് കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം കേന്ദ്രമല്ല, കേരള സർക്കാർ തന്നെയാണെന്നായിരുന്നു. കേരളത്തിലെ ഉദ്യോഗസ്ഥരുടെ മോശം കാര്യസ്ഥത മൂലമാണ് ഇത്രത്തോളം സാമ്പത്തിക പ്രശ്നങ്ങൾ കേരളത്തിൽ ഉണ്ടായതെന്നാണ് മനോരമ പല തവണകളായി തെരഞ്ഞെടുപ്പിന് മുമ്പ് വരെ ഇംഗ്ലീഷ് പതിപ്പിൽ നൽകിയ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിരുന്നത്. എന്നാൽ ഇപ്പോൾ മനോരമ യഥാർത്ഥ വസ്തുത എന്താണെന്നുള്ളത് തിരുത്താൻ തയ്യാറായി ആണ് മുന്നോട്ട് വന്നിരിക്കുന്നത്. മനോരമ ഇപ്പോൾ ഉന്നയിക്കുന്ന വസ്തുത എന്തെന്നാൽ കേരളം കടന്നു പോകുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് കാരണം കേന്ദ്രം തന്നെയാണെന്ന് ഉറപ്പിച്ചു പറയുകയാണ്. അതെന്താ മനോരമയെ, നിങ്ങൾ അന്ന് ഇങ്ങനെയൊന്നും അല്ലല്ലോ എഴുതി വിട്ടത്, ഇപ്പോൾ എന്താണ് ഒരു മനം മാറ്റത്തിന് കാരണം? കേന്ദ്ര സർക്കാരിനെ രൂക്ഷമായ ഭാഷയിൽ തന്നെ വിമർശിച്ചുകൊണ്ടാണ് മനോരമ വാർത്ത നൽകിയിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ കേരളത്തെ സാമ്പത്തികമായി വളരെയധികം കഷ്ടപ്പെടുത്തുകയാണെന്നും കേരളം തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ മികച്ച രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ടെന്നുമാണ് CAGയുടെ കണക്ക് ഉൾപ്പെടെ വിവരിച്ചുകൊണ്ടുള്ള ലേഖനത്തിൽ പറയുന്നത്. നികുതിയേതര വരുമാനം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള 90%-ലേറെ സ്വരുക്കൂട്ടാൻ കേരളത്തിന് സാധ്യമായി എന്ന് ലേഖനത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. GST ഉൾപ്പെടെയുള്ള നികുതി വരുമാനം ലക്ഷ്യം വെച്ചതിൻ്റെ 92.36% നേട്ടമുണ്ടാക്കിയത്. 1.02 ലക്ഷം കോടി ഉന്നം വെച്ചപ്പോൾ 94,633 കോടിയാണ് നേടാൻ കഴിഞ്ഞത്. 2022-23 നികുതി വരുമാനത്തിൽ ഗംഭീരമായ നേട്ടം കൈവരിക്കാൻ കേരളം സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. ഉദ്ദേശിച്ച 99% നേടിയെടുക്കാൻ ധനമന്ത്രി KN ബാലഗോപാലിന് കഴിഞ്ഞു എന്നത് പ്രശംസ അർഹിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അതായത് ചുരുക്കി പറഞ്ഞാൽ നികുതിയേതര വരുമാനം ഉന്നം വെച്ചതിൻ്റെ 95.5% നേടാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ്. മുൻ വർഷങ്ങളിലെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ ലക്ഷ്യം വെച്ചതിൻ്റെ 30%-വും അധികം തുകയാണ് സർക്കാരിന് നേടിയെടുക്കാൻ കഴിഞ്ഞത്. കഴിഞ്ഞ കാലങ്ങളിൽ പ്രതീക്ഷിച്ചതിനേക്കാൾ 75% താഴെ മാത്രം നികുതി വരുമാനം നേടിയ സംസ്ഥാനമാണ് ഇപ്പോൾ ഈ നേട്ടങ്ങളെല്ലാം കൈവരിച്ചിരിക്കുന്നത്. ഇത് ഇടതുപക്ഷത്തിൻ്റെ കൂടി വിജയമാണ്. എന്നാൽ നികുതി വരുമാനത്തിൽ ഗംഭീരമായ നേട്ടം കൈവരിച്ചെങ്കിലും സംസ്ഥാനത്തിൻ്റെ മൊത്തം വരുമാനത്തിൽ 20%-ഓളം കുറവും അവിടെ സംഭവിച്ചിട്ടുണ്ട്. ഇതിന് പ്രധാന കാരണം വായ്പയിലും ഗ്രാന്റ് വിഹിതത്തിലും ഉണ്ടായി വന്ന കുറവാണെന്നാണ് കണക്കുകൾ വിലയിരുത്തുന്നത്. ഇതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും കേന്ദ്ര സർക്കാരിൻ്റെതാണ്. അങ്ങനെ ഗ്രാന്റ് വിഹിതം 30%-ആയി കുറയുകയും 15,866 കോടി രൂപ കരുതിയിരുന്നിടത്ത് 11,442 കോടി മാത്രമാണ് സർക്കാരിന് ലഭിച്ചത്. കടമെടുപ്പിൽ 40%-ന്റെ കുറവാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അതായത് 51,856.38 കോടി പ്രതീക്ഷിച്ചപ്പോൾ കിട്ടിയത് 32,976.83 കോടി രൂപ മാത്രമാണ്. 18,879.55 കോടിയുടെ ന്യൂനതയാണ് ഇതുവഴി സർക്കാരിന് കിട്ടിയത്. കിഫ്ബിയും പെൻഷൻ കമ്പനിയും എടുത്ത വായ്പ സംസ്ഥാനത്തിന്റെ തലയിൽ കെട്ടിവെച്ചതടക്കമുള്ള കേന്ദ്ര സർക്കാർ നടപടികളെയാണ് വായ്പാ വിധേയത്തിലെ കുറവിന് ഇപ്പോൾ കാരണമായിരിക്കുന്നതെന്നും മനോരമ ലേഖനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. തരാനുള്ളത് തരാതെ കേന്ദ്രം മനഃപൂർവ്വം കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുകയാണെന്ന ലക്ഷ്യം തന്നെയാണ് ഇതിന് പിന്നിലുള്ളത്. ഇടതുഭരണത്തെ താറുമാറാക്കി കേരള സർക്കാർ ജനങ്ങളെ കട്ടുമുടിച്ചെന്ന പ്രചാരങ്ങൾ വ്യാപകമായി പരത്തി പൗരന്മാരെയെല്ലാം ഇടതു സർക്കാരിനെതിരെയാക്കാനുള്ള BJPയുടെ സൂത്രങ്ങളാണ് കേന്ദ്രം വരുത്തിവെച്ച ഈ സാമ്പത്തിക പ്രതിസന്ധികളെല്ലാം. എന്നിട്ടത് കേരള സർക്കാരിൻ്റെ ചുമലിലേക്ക് ഇടുക. അധികാരം കൈയാളുന്നതിന് വേണ്ടി ജനങ്ങളെ ദ്രോഹിച്ചുകൊണ്ടുള്ള കേന്ദ്രത്തിൻ്റെ ഒരു തറ വേല, അങ്ങനെ ഇതിനെ വിശേഷിപ്പിക്കാൻ കഴിയൂ. അതിന് ചുക്കാൻ പിടിക്കാൻ ചില പാദസേവകരായ മാധ്യമങ്ങളും ഇതര പാർട്ടി അണികളും.